സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചാവക്കാട് ബൈപ്പാസിൽ വന്നിട്ടുള്ള ഇരുമ്പ് ഗർഡറിന്റെ ഒരു പാലം. ഇതിന്റെ വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷട്ടറുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിന്റിങ് വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. ഇതാണ് മറ്റൊരു പാലം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിലാണ് ഇപ്പോൾ കോൺക്രീറ്റിങ് നടന്നിട്ടുള്ളത്. അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഭാഗത്തൊക്കെ ഷട്ടറുകളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അപ്പോൾ വെള്ളം നനച്ചു കൊടുക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാലങ്ങൾ നമ്മുടെ ഹൈവേയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ചാവക്കാട് ബൈപ്പാസിലാണ് ഈ വർക്ക് നടന്നിട്ടുള്ളത്. ഇതുപോലുള്ള പാലങ്ങൾ വലിയ റെയിൽ പാളങ്ങൾ വരുന്ന ഭാഗത്ത്, അങ്ങനെ വലിയ പുഴയൊക്കെ വരുന്ന ഭാഗത്തൊക്കെയാണ് സാധാരണയായി നിർമ്മിക്കാറ്. ഇവിടെ ഒരു ചെറിയ തോടിന്റെ മുകളിലാണ് ഈ പാലം വന്നിട്ടുള്ളത്. അപ്പോൾ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞെട്ട് ബോൾട്ടുകളൊക്കെ വരുന്ന ഭാഗത്ത് ഒരു താൽക്കാലികമായിട്ട് കുറച്ചും കൂടെ സമയത്ത് ഒരു സ്റ്റേ കൊടുത്തത് നമുക്ക് കാണാം. ഇവിടെ ഒരു 4 ഭാഗത്ത് ഒരു സൈഡിൽ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയ ഒരു ഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഇതിന്റെ വന്നിട്ടുള്ള തോട്. ഇതാണ് ഈ തോട്. ഈ തോടിന് കുറുകെ ആയിട്ടാണ് ഈ പാലം വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു തോടാണ്. ഇതിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബോക്സ് കൺവെർട്ട് വെച്ചിട്ടുള്ള അതിലൂടെ വെള്ളം കടത്തി വിടാണ്. ഇങ്ങനെ ബോക്സുകൾ കാണാം നമുക്ക്. അങ്ങനെയുള്ള ബോക്സുകൾ ഇവിടെ വെച്ചിട്ട് വെള്ളം കടത്തി വിടുന്ന ജോലിയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ പാലത്തിന് മുകളിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കുന്നുണ്ട്. വർക്ക് അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മണ്ണ് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മുൻവശത്ത് റോഡിൽ മണ്ണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മണ്ണുകളാണ് ഈ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകൂ.